ഗുരുവായൂർ കേശവനെ പോലെ തന്നെ പുന്നത്തൂർ കോട്ടയുടെ പ്രശസ്തി വാനോളം ഉയർത്തിയ ഒരു കൊമ്പൻ ഏഷ്യാഡ് അപ്പു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗുരുവായൂർ കുട്ടി നാരായണൻ 1980കളിൽ വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ കേരളത്തിലേക്ക് വന്ന ആനക്കുട്ടിയെ പാലക്കാട് സ്വദേശിയായ കെ നായരാണ് ഗുരുവായൂരപ്പന് നടയിരുത്തുന്നത്. ഏകദേശം 40ഓളം ആനകളുണ്ടായിരുന്ന പുന്നത്തൂർ കോട്ടയിൽ അവൻ കളിച്ചും കുസൃതി കാട്ടിയും വളർന്നു. കേരളക്കരയുടെ ഗജപ്പെരുമ ദേശാന്തരങ്ങൾ എത്തിക്കാനും കുട്ടിനാരായണന് കഴിഞ്ഞു. 1982 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലെ ഏഷ്യാഡ് അപ്പു എന്ന ഭാഗ്യചിഹ്നമാക്കിയത് കുട്ടിനാരായണനെയായിരുന്നു. കുട്ടിനാരായണനോടൊപ്പം കേരളത്തിൽ നിന്നും 34ഓളം ആനകളാണ് ഏഷ്യൻ ഗെയിംസിന്റെ ഓപ്പണിംഗ് സെറിമണിയിൽ പങ്കെടുത്തത്. ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത് തിരിച്ചുവന്ന കുട്ടിനാരായണന് വൻ സ്വീകരണമാണ് നൽകിയത്. പക്ഷേ അധികകാലം കുട്ടിനാരായണന് ഈ ഭൂമിയിൽ ജീവിക്കാനായില്ല. ഏഷ്യാഡിൽ പങ്കെടുത്ത് 10 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും കുട്ടിനാരായണൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരിക്കൽ ഒരു പറയെടുപ്പിനായി പാലക്കാട് വടക്കഞ്ചേരി ഭാഗത്തെത്തിയ കുട്ടിനാരായണൻ പാപ്പാൻ പറഞ്ഞതനുസരിക്കാതെ നിന്നു. അനുസരിപ്പിക്കാൻ ശ്രമിച്ച പാപ്പാനെ ആക്രമിക്കാൻ തുനിഞ്ഞ കുട്ടിനാരായണനിൽ നിന്നും രക്ഷപ്പെടാൻ പാപ്പാൻ എടുത്തു ചാടി. പാപ്പാൻ ചാടിക്കടന്നത് ഒരു പൊട്ടക്കിണറിന് മുകളിലൂടെയായിരുന്നു. ഇതു കണ്ട കുട്ടിനാരായണനും കിണറിനു കുറുകെ ചാടിയെങ്കിലും കാൽ തെറ്റി പൊട്ടക്കിണറ്റിൽ വീണു. കിണറ്റിൽ നിന്ന് ആനയെ പിടിച്ചു കയറ്റിയെങ്കിലും കാലുകൾക്ക് പരിക്ക് പറ്റിയ കുട്ടിനാരായണന് പിന്നീട് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാതെയായി. ശരീരത്തിന്റെ ഭാരം താങ്ങാൻ കഴിയാതെ പലപ്പോഴും തളർന്നു വീണ കുട്ടിനാരായണൻ ഏറെ നാളത്തെ ചികിത്സയ്ക്കൊടുവിൽ 2005 മെയ്യിൽ വിഷ്ണുപാദം പോകി. കേരളക്കരയുടെ പ്രശസ്തി രാജ്യാന്തരത്തോളം വ്യാപിപ്പിച്ച കുട്ടിനാരായണന് പ്രണാമം അർപ്പിക്കുന്നു.